അരുൺകുമാർ ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം UPSC സംസ്ഥാന സർക്കാരിന് കൈമാറിയ ചുരുക്കപ്പട്ടിക, അതിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 3 അംഗ ചുരുക്കപ്പട്ടികയിലെ രണ്ടാമനാണ് കേന്ദ്ര ക്യാബിനറ്റിലെ സുരക്ഷാ ചുമതലയുള്ള സെക്രട്ടറി റവാഡ ചന്ദ്രശേഖർ. 1991 IPS ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. ഇനി ഈ റവാഡ ചന്ദ്രശേഖറിനൊപ്പം ഈ പട്ടികയിലുണ്ടായിരുന്ന ഒന്നാമൻ നിതിൻ അഗർവാളായിരുന്നു, മൂന്നാമൻ യോഗേഷ് ഗുപ്തയായിരുന്നു. അതിൽ റവാഡ ചന്ദ്രശേഖരനെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നേരത്തെ തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. അതിനു മുമ്പ് തലശ്ശേരിയിൽ ASP ആയിരുന്നു റവാഡ ചന്ദ്രശേഖർ. ആ ഘട്ടത്തിലായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായിരുന്നത്. ആ കേസിൽ കുറ്റവിമുക്തനായി റവാഡ ചന്ദ്രശേഖർ പിന്നീട് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയി. അവിടെ IBയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായി പ്രവർത്തിച്ചു. അതിനുശേഷം ഏറ്റവും ഒടുവിലാണ് കേന്ദ്ര ക്യാബിനറ്റിൽ സുരക്ഷാ ചുമതലയുള്ള സെക്രട്ടറിയായി കേന്ദ്ര സർക്കാർ റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒപ്പം ചീഫ് സെക്രട്ടറിയെയും കണ്ട തനിക്ക് സംസ്ഥാനത്തേക്ക് തിരിച്ചു വരാനുള്ള താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഒടുവിൽ സംസ്ഥാനത്ത് വീണ്ടും മലയാളിയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് മേധാവിയായി വരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഈ സാധ്യതാ പട്ടികയിൽ 2 മലയാളികളുണ്ടായിരുന്നു. 4-മനായി മനോജ് എബ്രഹാമും 6-മനായി MR അജിത് കുമാറും ഉണ്ടായിരുന്നു. റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയാകുന്ന സാഹചര്യത്തിൽ ഇനി DGP ആയുള്ള സ്ഥാനക്കയറ്റം MR അജിത് കുമാറിന് വൈകാനാണ് സാധ്യത. കാരണം റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തിരിച്ചു വരുമ്പോൾ ആകെയുള്ള പോലീസ് DGP പദവികൾ 4 മാത്രമാണ് സംസ്ഥാനത്ത്. അതുകൊണ്ട് ആ ഒഴിഞ്ഞു കിടക്കുന്ന ഇപ്പോൾ ഒഴിയുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഒഴിയുന്ന പദവിയിലേക്കാണ് DGP ആയി റവാഡ ചന്ദ്രശേഖർ വരുന്നത്. സ്വാഭാവികമായും ഈ 4 പദവികളും അതോടെ അത് നിയമനമാകും. സ്വാഭാവികമായി ഇനി ADGP MR അജിത് കുമാറിന് ഈ 4-ൽ ഒരാൾ വിരമിച്ചാൽ മാത്രമേ DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കുകയുള്ളൂ. അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ ആയതുകൊണ്ട് തന്നെ റവാഡ ചന്ദ്രശേഖർ നിലവിൽ കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിലാണല്ലോ. അവിടെ എനിക്കൊന്ന് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ വിഭാഗത്തിൻ്റെ ചുമതലയാണ് റവാഡ ചന്ദ്രശേഖരനുള്ളത്. പ്രധാനമന്ത്രിയുടെ അടക്കം SPG കമാൻഡോകളുടെ അടക്കമുള്ള വിന്യാസത്തിൽ റവാഡ ചന്ദ്രശേഖരന് പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റവാഡ ചന്ദ്രശേഖരനെ കേന്ദ്രത്തിൽ നിന്ന് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റിയതിനു ശേഷം മാത്രമാണ്, അവിടെ നിന്ന് റിലീവ് ചെയ്തതിന് ശേഷമേ കേരളത്തിൽ വന്ന് ചാർജ് എടുക്കാൻ സാധിക്കൂ. അത് പ്രധാനമന്ത്രി അടക്കം ഫയലിൽ ഒപ്പിടേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഒരാഴ്ച സമയമെടുത്തേക്കുമല്ലോ റവാഡ ചന്ദ്രശേഖരൻ വരാൻ. അങ്ങനെ വന്നാൽ പോലീസ് ആസ്ഥാനത്തെ ADGPക്കായിരിക്കുമോ താൽക്കാലിക ചുമതല? അരുൺകുമാർ, നിലവിലുള്ള DGPമാർക്ക് ആർക്കെങ്കിലും DGP തസ്തികയുള്ള ആർക്കെങ്കിലും താൽക്കാലിക ചുമതല കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരണം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിദേശ പര്യടനം നടത്തുമ്പോൾ അന്ന് ചുമതല നൽകിയത് അന്നത്തെ ADGP ആയിരുന്ന മനോജ് എബ്രഹാമിനായിരുന്നു. പക്ഷേ ഇപ്പോൾ DGPമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും DGPക്ക് ചുമതല കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ADGP ലോ ആൻഡ് ഓർഡർ വെങ്കടേഷ് H. വെങ്കടേഷിന് ചുമതല കൊടുക്കാനുള്ള സാധ്യതയാണ്. ആ കാര്യത്തിലാണ് ഒരു തീരുമാനം വരേണ്ടത്. ഇന്ന് 3 മണിക്കാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ചുമതല ഒഴിയുന്നത്. 3 മണിക്ക് പുതിയ പോലീസ് മേധാവി ചുമതലയേൽക്കുന്ന രീതിയിലാണ് ചടങ്ങുകൾ തീരുമാനിച്ചത്. ഏതായാലും ഇനി റവാഡ ചന്ദ്രശേഖർ ആയതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഡെപ്യൂട്ടേഷൻ അവസാനിച്ച് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ചുമതലയേൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എപ്പോഴായിരിക്കും ചുമതലയേൽക്കുക എന്ന് അറിയേണ്ടിയിരിക്കുന്ന ആ കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ നമുക്കൊരു വ്യക്തത ലഭിക്കും. അതായത് നിലവിൽ അദ്ദേഹം കേന്ദ്രത്തിലാണ്, ഡൽഹിയിലാണ് ഉള്ളത്, കേരളത്തിലില്ല. അവിടെ നിന്ന് റിലീവ് ചെയ്ത് വേണം ഇങ്ങോട്ട് വരാൻ. അതുകൊണ്ട് ഇന്ന് 3 മണിക്ക് സ്ഥാനം ഒഴിയുമ്പോൾ പുതിയ DGP സ്ഥാനം ഏൽക്കുന്ന ഒരു പതിവ് അവിടെ ഉണ്ടാവില്ല. താൽക്കാലിക ചുമതലയായിരിക്കും കൈമാറുക, അല്ലേ? അതിനാണ് സാധ്യത. കാരണം ഇന്നലെ റവാഡ ചന്ദ്രശേഖരനെ ബന്ധപ്പെട്ടപ്പോൾ ഇന്നലെ ഉച്ചവരെ ദില്ലിയിലായിരുന്നു. തനിക്ക് പ്രത്യേകിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അറിയിപ്പ് ലഭിച്ചാൽ എത്തും എന്ന രീതിയിലാണ് റവാഡ ചന്ദ്രശേഖർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റവാഡ ചന്ദ്രശേഖരനോട് നേരത്തെ സംസ്ഥാനത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകിയെന്നടക്കമുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നില്ല എന്നാണ് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞത്. ഏതായാലും ഇനി പോലീസ് ആസ്ഥാനത്താണ് വിവരം ലഭിക്കേണ്ടത്. എങ്ങനെയാണ് മറ്റ് ചടങ്ങുകൾ? വൈകിട്ട് 3 മണിക്ക്, ഏതാണ്ട് 3 മണിക്കാണ് അതൊരു ഔദ്യോഗിക ചടങ്ങ്. 3 മണിക്ക് നേരെ അവിടെയുള്ള സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് പുതിയ നിലവിലെ DGPയും ചുമതലയേൽക്കുന്ന DGPയും ഓഫീസിനകത്ത് കയറി ആ അധികാര ചിഹ്നം കൈമാറുന്നതാണ് ചടങ്ങ്. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് എങ്ങനെയാണ് ആ ചടങ്ങ് പൂർത്തീകരിക്കുക എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ചുമതലയുള്ള മറ്റുദ്യോഗസ്ഥന് ചുമതല കൈമാറുന്നതായിരിക്കാം. ഏതായാലും ഈ ചടങ്ങ് സ്വാഭാവികമാണ്. കാരണം ഇന്ന് നിലവിലെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഔദ്യോഗിക പദവിയിൽ നിന്നും ഒഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ആ ചുമതല മാറ്റമുണ്ടാകും. അത് താൽക്കാലികമായി ആർക്കെങ്കിലും കൈമാറുന്നതായി ആവാനാണ് സാധ്യത. അരുൺകുമാർ, ഈ റവാഡ ചന്ദ്രശേഖരൻ നേരത്തെ ഇന്റലിജൻസ് ബ്യൂറോയിൽ അടക്കം ഇരുന്നുള്ള ആ ഒരു
പരിചയമുണ്ട്. കൂത്തുപറമ്പിലെ വെടിവെപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ സമയത്തും അദ്ദേഹത്തിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസും ആ ഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ക്വാഷ് ചെയ്ത് കളഞ്ഞു ഹൈക്കോടതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1991 ബാച്ചാണ്, കേരള കേഡറാണ് രവാഡ ചന്ദ്രശേഖർ എന്നുള്ളത്. ഏതായാലും ഈ തീരുമാനം വരുന്നത് MR അജിത് കുമാറിൻ്റെ DGP ഈ സ്ഥാനത്തേക്കുള്ള നീക്കം അത് തടസ്സപ്പെട്ടുകൊണ്ടാണ്, അതിനെ തടയിട്ടുകൊണ്ടാണ്. രവാഡ ചന്ദ്രശേഖരനെ തന്നെ നിയമിക്കുമ്പോൾ ഇനി വീണ്ടും MR അജിത് കുമാറിന് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. ചുരുങ്ങിയത് ഒരു വർഷം കൂടി അധികം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മനോജ് എബ്രഹാമിനെ ആ അർത്ഥത്തിൽ പുറത്തുനിന്ന് പരിഗണിച്ചിട്ടില്ല. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കർണാടകയിലും തമിഴ്നാട്ടിലും ഇന്നേ ദിവസം തന്നെയാണ് DGP സ്ഥാനമൊഴിയുന്നതെങ്കിലും അവർ കേരളം ചെയ്തതുപോലെ ചട്ടങ്ങൾ പാലിച്ച് സുപ്രീം കോടതി ഉത്തരവുകൾ പാലിച്ചുകൊണ്ട് ലിസ്റ്റ് UPSCക്ക് കൊടുത്തിട്ടില്ല. അത് ചെയ്തത് കേരളം മാത്രമാണ്. ഈ പട്ടികയിൽ നിന്ന് പുറത്തുള്ള ഒരാളെ നിയമിക്കാനുള്ള താല്പര്യം കേരളം കാണിച്ചുമില്ല. ആ അർത്ഥത്തിൽ UPSC കൊടുത്ത, കേന്ദ്രം കൊടുത്ത ലിസ്റ്റിൽ നിന്ന് തന്നെ കേരളം നിയമനം നടത്തുകയായിരുന്നു എന്ന് തന്നെ പറയാം, അല്ലേ റോഷി? അരുൺകുമാർ, ഈ മറ്റ് സംസ്ഥാനങ്ങൾ അവർ UPSCക്ക് ഈ ലിസ്റ്റ് സാധ്യതാ പട്ടിക കൈമാറാറില്ല. കാരണം അവർ തന്നെ അവിടെ നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞു. അവർക്ക് അതാത് സംസ്ഥാനങ്ങൾക്ക് തന്നെ ഈ DGP തസ്തികയിലേക്ക് അവർക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കാം, സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കാം എന്ന തരത്തിലാണ് അവർ അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തിയത്. കേന്ദ്ര സർക്കാരുമായുള്ള ശീതയുദ്ധം കാരണമാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ നിയമക്കുരുക്കായി മാറുക, സീനിയോറിറ്റി മറികടന്ന് ആരെങ്കിലും നിയമിക്കുമ്പോൾ സ്വാഭാവികമായും ആ സാധ്യതയുള്ളവർ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് നിയമക്കുരുക്കിലേക്ക് പോകും. നമുക്കറിയാം TP സെൻകുമാർ സമാനമായ രീതിയിൽ അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഏറ്റവും ഒടുവിൽ വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് സെൻകുമാറിന് പോലീസ് മേധാവിയെ നിയമനം ലഭിച്ച ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുരുക്കുകൾ, അതുകൊണ്ട് തന്നെ സംസ്ഥാനം എന്തായാലും കേന്ദ്രവുമായി ഒരു തർക്കത്തിലേക്ക് പോകാതെ, UPSCയുമായി തർക്കത്തിലേക്ക് പോകാതെ, നിലവിലുള്ള നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമം പാലിച്ചുകൊണ്ട് UPSCക്ക് 6 പേരുടെ സാധ്യതാ പട്ടിക കൈമാറുകയും 6 പേരിൽ UPSC തെരഞ്ഞെടുത്ത 3 പേരിൽ ഒരാളെ പോലീസ് മേധാവിയെ നിയമിക്കുകയും ചെയ്തതാണ്. ഇതിൽ ഒന്നാമത് നിതിൻ അഗർവാളാണ്, റോഡ് സേഫ്റ്റി കമ്മീഷണർ. മൂന്നാമതുള്ള ആൾ സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയാണ്. നമുക്കറിയാം യോഗേഷ് ഗുപ്ത കഴിഞ്ഞ കുറച്ച് നാളായി സംസ്ഥാന സർക്കാരുമായി ചെറിയ ഒരു പിണക്കത്തിലാണ്. കാരണം സർക്കാരിനെതിരെ ചട്ടങ്ങൾ പാലിക്കാതെ തന്നെ ചില പരാതികൾ അത് മുഖ്യമന്ത്രിയുടെ പോർട്ടൽ വഴി നൽകിയ പ്രശ്നങ്ങളൊക്കെയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് യോഗേഷ് ഗുപ്ത ആ പട്ടികയിൽ പരിഗണനയ്ക്ക് പോലും വരില്ല എന്ന് ഉറപ്പായത്.